നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ ഇപ്പം ഇറച്ചി നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് മിച്ചമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ അത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് കിഴങ്ങെടുക്കുക, നമ്മൾ പുഴുങ്ങി റെഡിയാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ആ മിച്ചം വന്ന ഫ്രൈ ആയ ഇറച്ചിയില്ലേ, നമ്മളിപ്പോൾ കട്ട്ലറ്റിന് ഉണ്ടാക്കുന്നത് പോലെ തന്നെ സെയിം ആണ്. ഞാനിപ്പോൾ ആ രീതിയിൽ ഇച്ചിരി മിച്ചം വന്നപ്പോൾ അത് കളയാതെ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ കിഴങ്ങെല്ലാം പുഴുങ്ങി ഉടച്ച് വെക്കുക. എന്നിട്ട് നമ്മുടെ മിച്ചം വന്ന ഇറച്ചിയില്ലേ, ശകലം ഫ്രൈ മിച്ചം വന്നത് നമ്മൾ അതും കൂടെ നന്നായിട്ട് ഞെരടി കൈകൊണ്ട് നല്ല ഞെരടി എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുമായിട്ട് മിക്സ് ചെയ്താൽ മതി. വേറെ ഒരുത്തരം മസാലകളൊന്നും നമ്മൾ ആഡ് ചെയ്യാൻ പോകേണ്ട. കാരണം നമ്മൾ ഓൾറെഡി ബീഫ് ഫ്രൈ ചെയ്ത് വെച്ചതാണ്. അതിനകത്തെല്ലാം മിക്സും ഉണ്ട്. അവിടെ നിങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട. നേരെ എളുപ്പത്തിൽ നമുക്ക് അങ്ങോട്ട് കിഴങ്ങുമായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്ത് നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ അല്പം നിങ്ങൾ ആവശ്യപ്പെട്ട ബ്രെഡ് എടുക്കുക. ബ്രെഡിൻ്റെ നമ്മൾ ബ്രെഡ് ക്രംസ് വേണം. ബ്രെഡ് നമ്മൾ പൊടിച്ചെടുത്ത് കൊണ്ടുപോകുന്നതാണിത്. അതിനുശേഷം ആവശ്യത്തിനുള്ള മുട്ട എടുക്കുക. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ മുട്ടയുടെ വെള്ളയും ഉണ്ണിയും എല്ലാം കൂടി ഒരുമിച്ച് ഒന്നും കളയത്തില്ല. എല്ലാം കൂടെ ഞാൻ അടിച്ച് അടിച്ച് നന്നായിട്ട് എടുത്തേക്കുവാണ്. എന്നിട്ട് നമ്മൾ ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ഓരോ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തുകൊണ്ട് ഇതിനകത്ത് നമ്മൾ മുക്കി നമ്മൾ സാധാരണ പോലെ മുട്ടയ്ക്കകത്ത് മുക്കുക. അതിനുശേഷം ബ്രെഡ് പൊടിക്കകത്ത് മുക്കുക. എന്നിട്ട് നമ്മൾ എണ്ണയ്ക്കകത്ത് ഇടുക. തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റാണ്. എണ്ണ ഞാൻ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ബീഫ് നമ്മൾ മിച്ചം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി 4 മണിക്ക് വരുമ്പോൾ കൊടുക്കാവുന്നതാണ്. ചായയിലൂടെ കൊടുക്കാവുന്ന ടൊമാറ്റോ സോസ് ഉപയോഗിച്ച് കുട്ടികൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ്.